إلى حضرة سيدنا مصطفى محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والمرسلين وأستاذنا الشيخ تقي الدين محمد الدارمي القادري رضي الله عنه وأستاذ الأساتذة رضي الله عنه مصنف هذا الكتاب وشراحه وجميع من انتفعنا بعلومهم وأستاذنا الشهيد علي بن سعد رضي الله عنه. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ദുനിയാവിനെ ത്യജിച്ച് കൽബ് കൊണ്ട് ത്യജിച്ച് അല്ലാഹ് എന്ന് മാത്രം കൽബിലുള്ള കുറേ മഹത്തുക്കളായ സാലിഹീങ്ങളെ പറ്റിയാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ പറയുന്നു ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലാണ് ഇപ്പോൾ ഉള്ളത്. വഖാലൽ ഫുളൈലു ലൗ അന്ന ദുനിയ ബിഹദാഫീരിഹാ, ദുനിയാവ് ഒന്നാകെ ഹിദ്ഫാർ ഹദാഫിർ, ദുനിയാവ് ഒന്നാകെയായി ഉരുളത്ത് അലയ, ദുനിയാവ് ഒന്നാകെ എൻ്റെ മേൽ കൊണ്ട് ചൊരിക്കപ്പെട്ടു, വെളിവാക്കപ്പെട്ടു. വലാ ഉഹാസബു ബിക, ഏത് ഹാലിൽ ആ ദുനിയാവ് കാരണമായി എന്നെ ഹിസാബം ചെയ്യപ്പെടുകയില്ല, ആ നിലയിലായ നിലയിലും അഥവാ ഞാൻ ആ ദുനിയാവ് കൊണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്നെ ഹിസാബ് ചെയ്യപ്പെടുകയില്ല എന്നൊരു ഉറപ്പോട് കൂടെ നിനക്ക് എന്ത് എടുക്കാൻ എന്നോട് ആരും ചോദിക്കില്ല എന്ന രീതിയിലായാൽ തന്നെയും എന്നായിരിക്കണം വല ഉഹാസബിയ എന്ന ഒരു ഹാലിയ ജുംലയായിട്ട് വെക്കണം നല്ലതെന്ന് ലാഹിർ. എന്നാൽ പോലും ലകുന്തു അതഖദ്ദറുഹാ, ആ ദുനിയാവിനെ ഞാൻ വെറും മ്ലേച്ഛമായ രീതിയിൽ, വൃത്തികേടായ രീതിയിൽ ഞാനതിനെ കാണുന്നതാണ്. ഏത് പോലെ കമായ തഖദ്ദറു അഹദുക്കും അൽ ജീഫത ഇദാ മർറ ബിഹാ അൻ തുസീബ തൗബഹു, ഒരു ശവം അവിടെ കിടക്കുന്നുണ്ട് കെട്ടുനാറി, അതിൻ്റെ അരകിൽ കൂടി നിങ്ങളിൽ നിന്നും ആരെങ്കിലും പോവുകയാണെങ്കിൽ അതിൽ നിന്നും വല്ലതും നജസിൽ എത്തുമോ എന്ന് പേടിച്ചിട്ട് നിങ്ങൾ അതിനെ വൃത്തികേടായി കണ്ട് അതിനെ ഒഴിവാക്കി നടന്നു പോകുന്നത് പോലെ ഈ ദുനിയാവിനെ ഞാൻ വൃത്തികേടായി കാണുന്നതാണ്. അള്ളാഹുമായിക്കൊണ്ട്, അള്ളാഹുവിന്റെ മൗലയായ അള്ളാഹുമായിക്കൊണ്ട് അവരുടെ പരിപൂർണ കമാൽ, അവരുടെ അവസ്ഥ പരിപൂർണതയുടെ മേൽ അറിയിക്കുന്ന ഒന്നാണ്. അള്ളാഹുവിനോടുകൂടെ ഇസ്തിഗ്റാഖ് ചെയ്തവരിൽ പെട്ട ആളാണ് എന്നെല്ലാം ആ വാക്കിൽ നിന്നും കിട്ടും എന്ന്. ഇനി അവര് തന്നെ ദുനിയാവല്ല, ഇനിയിപ്പോ ആഖിറം കൊണ്ടുവച്ചാലും അങ്ങനെ തന്നെ, ഒരു സ്വർഗം കൊണ്ടുവച്ചാലും അവരങ്ങനെ പറയും നമുക്ക് ആവശ്യമില്ല. കാരണം അവർക്കതിലൊന്നും എന്തില്ല, ഒരു ആഗ്രഹമുള്ളവരല്ലല്ലോ. മനസ്സിലായില്ല? ഈ ഒരവസ്ഥയിൽ അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ലിഖാ, അവന്റെ ദാത്തുമായിട്ടുള്ള ആ മുനാജാത്തും അവന്റെ ദാത്തുമായിട്ടുള്ള ആ തഅല്ലുഖിന്റെ ഇടയിൽ ഇതൊന്നും ഒരു തടസ്സവുമല്ല. ഇതെല്ലാം എടുത്ത് മാറ്റിക്കളയവർ, അവർക്ക് അതൊന്നൊരു വിഷയമല്ല, അവർക്കെല്ലാം നോർമൈൻഡാണ്. അപ്പൊ അങ്ങനെയാണ് അവർക്ക് ഈ ദുനിയാവൊക്കെ ഒരു നോർമൈൻഡ്. എന്ത് സാധനം ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ കൂട്ടത്തിൽപ്പെട്ടാണ് നമ്മളെ ഒച്ചറപ്പായിൽ നിന്നും. എന്തെങ്കിലും ദുനിയാവ മാഷാ അല്ലാഹ് കുന്നുകൂടിക്കൊണ്ടിട്ടൊക്കെയല്ലേ പണം മുഴുക്ക, എന്നാൽ കുന്നുകൂടിയിട്ടേക്ക് ആരും എടുത്തോണ്ട് പോകുന്നില്ല, ആർക്കും വേണ്ടതാണ്. ചായ കൊണ്ടു കൊടുത്താൽ തന്നെ മേടിച്ചോടെ ആ കുപ്പയെല്ലാം കഴിച്ചേക്കും വേഗം തന്നെ. അതാണ് തന്നെ എൻ്റെ പിതാവിന്റെ ഒരു ഷെയ്ഖുണ്ട്. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖാണെന്നൊന്നും അറിയില്ല, ഏതായാലും പിതാവുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് നമ്മളെ ബാപ്പുജി ഉപ്പ. അവരും ഇത് തന്നെയാണ്. അവരടുത്ത് എന്തെല്ലാം കൊണ്ടുവരുന്നത് കെട്ടുകണക്കിന് പൈസ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ ചരിത്രം ഇപ്പൊ പല പ്രാവശ്യം നമ്മൾ പറയാറുണ്ട്. സാധനങ്ങൾ കൊണ്ടുവെക്കും, ചാപ്പാടുകൾ കൊണ്ടുവെക്കും, അവിടെ വെച്ചിട്ട് പൂച്ചയ്ക്ക് എടുത്ത് കൊടുക്കും. എന്നിട്ട് പറയും, എടാ മോനെ ഇതിൽ നിന്ന് നിനക്ക് ഞാൻ ഒരു ദിവസം എടുത്ത് തരാം, പക്ഷെ അത് ഹറാമാ, പിന്നെ അങ്ങനെ തരുന്നേ, അവിടെ തരുന്നില്ല എന്ന് പറയും. ഇതെല്ലാം നമ്മളിപ്പോ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അങ്ങനെ കിതാബുകൾ കണ്ടാൽ നമ്മളിത് നേരിട്ട് മനസ്സിലാക്കിയ ഒരുപാട് മഹാന്മാര്. ഓച്ചറ നമ്മളെവിടെ
പിന്നെ പോക്കരാക്ക എവിടെയാണ് രാമനാട്ടുകായിരുന്ന പോക്കരാക്ക മനസ്സിലായി. അവരെടുത്തും ഇഷ്ടം പോലെ ദുനിയാവിൽ ഇങ്ങനെ വാരിയിട്ട് കൊടുക്കും. ഞാൻ ഒരു ദിവസം പോക്കരൊക്കെ കാണാൻ വേണ്ടി പോയെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഉസ്താദിൻ്റെ ഒരു മോൻ ഇങ്ങനെ നാട് വിട്ടു പോയപ്പോൾ പറഞ്ഞു അതൊന്ന് പറയാൻ വേണ്ടി അവിടെ ചെന്നതാണ്. അപ്പം ഞാൻ ചെന്നപ്പോൾ ഓരിങ്ങനെ തലയൊക്കെ മറിച്ച് ഒരു കവറെടുത്തിട്ട് തലയൊക്കെ മറിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം നോക്കുമ്പോൾ ചാള അപ്പുറം വിൽക്കുന്നുണ്ട്, അപ്പുറം മത്തി വിൽക്കുന്നുണ്ട്. അവിടെ മത്തി എന്ന് പറയുന്നത് മത്തി അപ്പുറം വിൽക്കുന്നുണ്ട്. എന്നോട് 5 10 രൂപയുടെ മത്തി മേടിച്ചുണ്ടായിരുന്നു. ഞാൻ 10 രൂപയുടെ മത്തി മേടിച്ചു. മത്തിയോടെ വെച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ എങ്ങനെ ഉസ്താദിന്റെ മോനിങ്ങനെ എന്തോ ഒരു വിഷമമായി സംബന്ധിച്ച് പോയി. എന്നോട് പോക്കർ ഒക്കെ പറ്റി പറഞ്ഞു തന്നെ ബഹുമാനപ്പെട്ട തഖീദ് മുഹമ്മദ് ദാരിമി ഉസ്താദ് അവറുകളാണ്. അങ്ങനെ ഒരാളുണ്ട് പോയി കാണുന്ന കൊള്ളാന്നൊക്കെ. ഞാനങ്ങനെ ഈ വിഷയം ഒന്ന് വിഷമം വന്നപ്പോൾ നമ്മൾ ഉസ്താദിന്റെ മോനല്ലേ എന്ന് വിചാരിച്ചു. അങ്ങനെ ചെന്ന് പോയി പറഞ്ഞു. ഞാനങ്ങനെ മത്തി മേടിച്ചോണ്ട് ഞാനങ്ങ് പോയി. ഞാൻ പറവൂർ മുഹമ്മദിന്റെ വീട്ടിൽ പോയി കിടന്ന്. പറവൂർ മുഹമ്മദ് നമ്മളെ കൂട്ടുകാരന്മാരാണ്, മുഹമ്മദ് സഖാവി. അവിടെ കിടന്നിട്ട് പിറ്റേന്ന് രാവിലെ അവിടെ ചെന്ന് മൂപ്പര് ഈ ചാള വേവിച്ചിട്ട് ചായ നല്ല ചായ കാച്ചിട്ട് ചാള വേവിച്ചിട്ട് ഈ മത്തിയും ഈ ചായയും കൂടി ഒന്നാകെ വിരകിയിട്ടിരുന്ന് കുടിക്കുന്നുണ്ട്. നമ്മളെ സർവ്വ അമ്പാർത്തും മാറ്റി ഒത്തുങ്ങൾ ജീവിച്ചെന്ന് ഞാൻ പറയാം. എന്നോട് ഇത് അനക്കുവാണോ? ഞാൻ എനിക്ക് വേണ്ട. എന്നാ പിന്നെ മോന് അങ്ങ് എത്തും. മോനവിടെ ഓന്റെ പിതാവിന്റെ കുടുംബത്തുണ്ട്. എവിടെ ഇരുന്നാ പറയുന്നത്? മണ്ണാർ എവിടെ ആ സ്ഥലത്തിരുന്നുകൊണ്ട് പറയാണ്. മകൻ എവിടെയുള്ളത്? ഇപ്പം എറണാകുളത്തുള്ളതാണ്. കുടുംബം എറണാകുളത്താണ്. അപ്പം പിന്നെ വീട് താമസിക്കുന്ന കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ ഓനവൻ്റെ കുടുംബത്തിലുണ്ട്, വാപ്പാന്റെ കുടുംബത്തിലുണ്ട്. ഓനങ്ങ് എത്തിക്കോളുന്നത് പറഞ്ഞു. അപ്പം അവരെ കശു ഭയങ്കരം തന്നെയാണ്. അവരങ്ങനെ ഇരുന്നാൽ മതി ഞാൻ പറയാം. അപ്പോൾ അതാണ് ദുനിയാവ് ഒന്നാകെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ അവർക്ക് അതിനകത്തൊരു വിഷയം. പോക്കരാക്ക വലിയ മഹാനായിരുന്നു എന്നാണ് പറഞ്ഞിട്ടത്. ഒരുപാട് ഈ ബത്തിലാവുണ്ടായിട്ടുണ്ട് ഇവർക്ക് കാലൊക്കെ പഴുത്ത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ. فقال الفضيل بن عياض തങ്ങൾ പറയുന്നു ലൗ ഹലഫ്തു അന്നീ മുറായിൻ, ഞാനൊരു ലോകമാന്യനാണ് എന്ന് എനിക്ക് സത്യം ചെയ്യാൻ ഉദ്ദേശിച്ചു. ഞാൻ അങ്ങനെ സത്യം ചെയ്യാൻ ലാഭമില്ല. എന്നിലേക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിൻ അൻ അഹലിഫ അന്നീ ലസ്തു ബി മുറായിൻ, ഞാൻ ലോകമാന്യനല്ല എന്ന് സത്യം ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ലോകമാന്യനാണെന്ന് സത്യം ചെയ്യലാണ്. അങ്ങനെയെങ്കിൽ നഫ്സിന്റെ അമ്മാർത്തരം മാറട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഖൗഫൻ മിൻ അദിമി സലാമത്തി മിൻ ശൈമി മറാത്തിബി ദിയാ അൽ ഹാസിലത്തി ബിഖ്തിലാമി മറാത്തിബി സ്വാലിഹിന. ഈ ലോകമാന്യത എന്ന് പറയുന്നത് ചിലപ്പം വളരെ വിഷയങ്ങളാണ്. ലോകമാന്യത എന്നുള്ളത് ഇൽത്തിഫാത്തുൽ ഖൽബി ഫി ത്വാഅത്ത് ഇലാ സവാബിൻ ഗൈരില്ല. അതാണ് റിയാഇന്റെ ഹഖീഖത്ത്. എന്ത്? لأن حقيقة الرياء التفات القلب في الطاعات. ത്വാഅത്തുകൾ ചെയ്യുന്നതിൽ അല്ലാഹുവിനെ അനുസരിച്ച് വഴിപ്പെടുന്നതിൽ ഖൽബ് തിരിയുക. എന്തിലേക്ക്? ഇലാ സവാബിൻ ഗൈരില്ല, അല്ലാഹു അല്ലാത്ത സവാബിലേക്ക്. അല്ലാഹുവിന്റെ സവാബിലേക്ക് മടങ്ങാനാണല്ല, അല്ലാഹു എന്ന സവാബിലേക്ക് മടങ്ങാനാണ് റിയായില്ലായ്മ. മിനന്നാസി മൻ യഫ്അലുഹു, ജനങ്ങൾപ്പെട്ടവരുണ്ട് അങ്ങനെ ചെയ്യുന്നവർ. വയദ്ഖുലു ഫീ അമലിഹി അലൈഹി, അതും അല്ലാഹു അല്ലാത്ത സവാബിലേക്ക് ആവശ്യമായി. ഇലാ സവാബി ഗൈരില്ല എന്ന് വായിക്കുന്നതിനേക്കാൾ നല്ലത് ഇലാ സവാബിൻ ഗൈരില്ല എന്ന് വായിക്കണം നല്ലതെന്ന് എൻ്റെ അടുക്കലുള്ളത്. കാരണം വലിയ മഹാന്മാരാകുമ്പോൾ അല്ലാഹ് അത് മാത്രമേ ഉള്ളൂ അവർക്ക് ആവശ്യം, അവർക്ക് വേറൊന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വായിച്ചത്. ഇനി ഇലാ സവാബി ഗൈരില്ലാഹി, അള്ളാഹു അല്ലാത്തവരുടെ സവാബിലേക്ക് എന്ന് ആരെങ്കിലും വായിച്ചാൽ ഞാനിപ്പോൾ കുറ്റമൊന്നും പറയുന്നില്ല. അപ്പൊ അങ്ങനെ ഒന്ന് തിരിഞ്ഞാൽ പിന്നെ അത് തന്നെ ആ അമലിനെ ഫസാദാക്കും. അള്ളാഹു താലാന്റെ ചെയ്യുന്ന അമലിൽ പലതിനെയും കടത്തിക്കൂട്ടും. ഇങ്ങനെ കുറെയൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് വരാം.